Good morning to all. Yes, good morning, sir. Okay, morning to all. Good morning, miss. Good morning, ma'am. Good morning, miss. Good morning, miss. Morning. So, start the ata. Let's start today's class with prayer. Word of the day and the time. Good morning, miss. I am Reshma. I'm coordinator today's class. A very cheerful good morning, everyone. It's great to see you all here. We are going to start today's event by taking a moment to connect with the divine and invite peace and harmony into our day. Let's begin our prayer. And now I would like to invite Revati to lead us in our prayer. Good morning, miss. Prayer ഒന്ന് പെട്ടെന്ന് പഠിച്ചില്ല പെട്ടെന്ന് ആളില്ലാണ്ടൊക്കെ പറഞ്ഞു കേട്ടോ അറിയണത് പാടാ അഖിലാണ്ട മണ്ഡല മണി ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷ്യങ്ങളണിട്ടു നിർത്തി പരമപ്രകാശമേ ശരണം നീയെന്നും. Thank you, Revati. I would like to invite Minimol for today's thought. Today's signing. Good morning, all. First of all, I welcome Ashwati Miss who conducting today's section, and also I welcome my colleagues to this class. Have a nice day. Thank you. Thank you, Minimol. I would like to invite Rashida to say today's thought. Good morning to everyone. Good morning, dear respected Ashwati ma'am. Today's thought is confidence and hard work are the best medicine to kill the disease called failure by APJ Abdul Kalam. Thank you. Okay. Clear. So, നിങ്ങൾ പറയുന്ന ഓരോ തോട്ടും എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയോ? സോ ഇതെല്ലാം ഫോളോ ചെയ്യാം കേട്ടോ ഓരോ. ഓക്കെ, താങ്ക് യു. ഞാനത് പ്രതീക്ഷ ഡാൻസ് അടിപൊളിയായിരുന്നു മാം. നിങ്ങൾ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. ഞാൻ എക്സ്പെക്ട് ചെയ്താ വന്നത് ക്ലാസ്സിൽ. എനിക്കറിയാം എല്ലാ ക്ലാസ്സിലും എനിക്കോട്ടെ എല്ലാ ക്ലാസ്സിലെ സ്റ്റുഡൻസ് പറയും. നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അതെ തോന്നും. അല്ല, മിസ്സിനെ ഇത്രയും ഭാഗമല്ലേ ക്ലാസ്സിൽ കാണുന്നുള്ളൂ. ആ ഡാൻസ് ഫുൾ കാണാൻ പറ്റിയല്ലോ. മിസ്സിനെയും കാണാൻ പറ്റി, ഡാൻസും കാണാൻ പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഫംഗ്ഷൻ ആയിരുന്നു മിസ്സേ? ഡാൻസ് സൂപ്പർ ആയിരുന്നു. എന്ത് ഫംഗ്ഷൻ ആയിരുന്നു മിസ്സേ? അത് കോൺവൊക്കേഷൻ ആയിരുന്നോ? ഞങ്ങളുടെയും കളിക്കണേ. പിന്നെ ഷുവർ അങ്ങനെ എല്ലാ കോൺവൊക്കേഷൻ ടീച്ചേഴ്സും ഡാൻസ് ഉണ്ടാവും. അതിൽ പേടിക്കുകയും വേണ്ട, അത് നിർബന്ധമാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ കളിച്ചില്ല. ഞങ്ങൾക്ക് സ്റ്റേജില് കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അങ്ങനെ സ്പേസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു കോൺവൊക്കേഷൻ ആയിരുന്നു കേട്ടോ. അന്ന് സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര സീനായിരുന്നു. ടീച്ചേഴ്സിന് ഡാൻസ് ഇല്ല, എന്തുകൊണ്ട് ഡാൻസ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ഡിമാൻഡ് ഉണ്ടോ എന്ന് അറിഞ്ഞിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഡാൻസ് ഫസ്റ്റ് ആണ്, ഡാൻസ് ഫസ്റ്റ് ആണ്. കാരണം മിക്ക സ്റ്റുഡൻസും ഇത് കാണാൻ വേണ്ടി വരുന്നവരുണ്ടോ. അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്രയും ഡിമാൻഡ് ഉണ്ടോ എന്ന് അറിഞ്ഞിരുന്നില്ല. അവിടെ എല്ലാ കോൺവൊക്കേഷൻ ഡാൻസ് ഉണ്ട് കേട്ടോ, ടീച്ചേഴ്സിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോ എന്താണ് വീക്ക്ലി കോൺവൊക്കേഷൻ ഉണ്ട്. ഇപ്പോ അത് ജാനുവരി 10th കോൺവൊക്കേഷൻ ആയിരുന്നു. ഇപ്പോ ഈ സാറ്റർഡേ ഉണ്ട്, 24th അത് MT9 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താണ് പ്രാക്ടീസ് ആണ്, ഫുൾ ടൈം പ്രാക്ടീസ് ആണ്. പഠിപ്പിക്കാം, അത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. അതെ അതെ, എക്സസൈസ് ഉണ്ട്. അതാണ് എന്റെ വട്ടം തൊട്ട് ഇരിക്കുന്നത് ഞാൻ. മിസ് ഗ്ലാസ് വെച്ച് കാണുന്നത് ഗ്ലാസ് വെക്കാതിരിക്കുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞങ്ങൾ അപ്പൊ ഗ്ലാസ് വെച്ചിട്ടുള്ള മിസ് മാറിയതാണോ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു നോക്കിയായിരുന്നു.
അതിൽ ഞങ്ങൾക്ക് മനസ്സിലായി മിസ്സിനെ അപർണ മിസ്സിനെ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും അങ്ങനെ മനസ്സിലായില്ല. എല്ലാ ടീച്ചേഴ്സ് ആണ് കേട്ടോ. എച്ച് എടുക്കുന്നവരുണ്ട്, എം പി എടുക്കുന്നവരുണ്ട്. ക്ലാസ് ഞാൻ സ്പെക്സ് ക്ലാസ്സിൽ സിസ്റ്റത്തിൽ നോക്കിയിരിക്കുകയാണല്ലോ, ഭയങ്കര സ്ട്രെയിൻ വരും. അത് ആ രീതിയിലാണ് ക്ലാസ് ചെയ്യുന്നത്. പെട്ടഡ് ആണ് നോക്കുമ്പോഴാണെങ്കിലും മീൻസ് സിസ്റ്റം ആണെങ്കിലൊക്കെ എനിക്ക് കുറച്ചുകൂടെ എന്താണ് ഇത്രയും ടയർഡ് വരില്ല. അതുകൊണ്ട് സ്പെക്സ് വെക്കുന്ന കേട്ടോ. കോൺട്രിബ്യൂഷൻ വരുമ്പോൾ സ്പെക്സ് യൂസ് ചെയ്യാറേ ഇല്ല, അതിന്റെ ആവശ്യമില്ല. അതെല്ലാവരും പറയാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബാച്ചുമായിട്ട് എപ്പോഴാണ് മിസ് എല്ലാവരും നേരിട്ട് കാണുന്നത്? നിങ്ങൾക്ക് ഇനിയുള്ളത് പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ സെക്ഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം, ഇവിടെ വന്ന് പ്രാക്ടിക്കൽ ചെയ്യാം. അത് എല്ലാവരും വരില്ല കേട്ടോ. പ്രാക്ടിക്കൽ കുറച്ചാണ് സ്റ്റുഡൻസ് വരാം പൊതുവെ. പിന്നെ ഉള്ളത് കോൺവെക്കേഷൻ ആണ്. കോൺവെക്കേഷൻ വരാം, സർട്ടിഫിക്കറ്റ് വാങ്ങാം, എൻജോയ് ചെയ്യാം, ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോഴേ പ്ലാൻ ചെയ്തോളൂ കേട്ടോ. പക്ഷെ നല്ലതാണ്. കാരണം ഈ ഓണ്ടിസോറി ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടാവും. അവര് തന്നെ ഒരുപാട് ഡാൻസും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവര് തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ എം പി 9th ബാച്ചിന് എന്തോ ഐ തിങ്ക് ഒരു 9 or 10 പ്രോഗ്രാംസ് എന്തോ അവർക്കുണ്ട്. ഡാൻസ് ആയിക്കോട്ടെ, പിന്നെ സോങ്സ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, റാംബോക്ക് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ. കാരണം അവർ ആ സ്റ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പോകുന്നു. അങ്ങനെയാണ് എം പി സ്റ്റുഡൻസ്. അങ്ങനെയാണ്. എച്ച് എയിൽ അത്രയും ഇല്ല. എച്ച് എയിലെ പെർഫോമൻസ് ഒക്കെ കുറവാണ്. എം പി എന്ന് പറയുമ്പോൾ നമ്മള് ടീച്ചേഴ്സ് ആയിട്ട് കുറച്ചുകൂടെ കണക്റ്റഡ് ആയിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും. സോ നിങ്ങൾ ടീച്ചേഴ്സും കൂടിയാണ്. അവിടെ പ്ലാൻ ചെയ്യാം. ഓക്കെ, അന്നേ കാണുള്ളൂ. മിക്കവാറും എന്നേക്ക് അങ്ങനെ അന്നേ കാണുള്ളൂ കേട്ടോ. പ്രാക്ടിക്കൽ സെക്ഷനൊന്നും ഞാൻ ഉണ്ടാവാറില്ല. ഇംഗ്ലീഷിന് പ്രാക്ടിക്കൽ സെക്ഷനായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ വൈവേക്കൊന്നും ഞാൻ ഉണ്ടാവാറില്ല. വൈവേ മിക്കവരും ചോദിക്കും, വൈവേ മിസ് വൈവേ എടുക്കാൻ മിസ് എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇംഗ്ലീഷിന് വൈവേ വേണമെന്ന് ചോദിക്കും, ആയിരിക്കും വേണ്ടാന്നേ പറയും. വേണ്ട മിസ് വേണ്ടാന്ന് പറയും. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ അത് ജിഷമിസ് ആയിരിക്കും. ജിഷമിസും പിന്നെ ജിഷമിസ് ആണ് മെയിൻ ആയിട്ട് നടക്കാണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ കോൺവെക്കേഷൻ എല്ലാവർക്കും മീറ്റ് ചെയ്യാം, എല്ലാവരെയും കാണാം. ഓക്കെ, അപ്പൊ ഇനി ഡാൻസിന്റെ വീഡിയോ പ്രതീക്ഷിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് ഡാൻസിന്റെ വീഡിയോസിന്. അപ്പൊ പിന്നെ എന്തായാലും അവര് ഡാൻസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാതിരിക്കില്ല. നീ കാണാം. ഞങ്ങളതൊക്കെ സ്റ്റാറ്റസ് ഇട്ടു. എന്തോ സ്റ്റാറ്റസ് ഇട്ടു, ഞങ്ങളുടെ ടീച്ചേഴ്സാന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ വൈറലാക്കി. വെരി ഗുഡ്. അങ്ങനെ കാണാം. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാരും ലൈക്ക്. ഇതിപ്പോ എന്താ കുഴപ്പമെന്ന് അറിയോ, സ്റ്റെപ്പ് തെറ്റിക്കാൻ പാടില്ലെന്നേ. അപ്പൊ ഭയങ്കര ടാസ്ക് ആണ്. അപ്പോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മറ്റേ നിങ്ങള് വീഡിയോസ് ഒന്നും ലീക്ക് ആവുന്നില്ല. സോ എങ്ങനെ വേണമെങ്കിലും കളിക്കും. ചിലപ്പോൾ സ്റ്റെപ്പ് ഒക്കെ കയ്യിൽ നിന്ന് പോകും, എന്തൊക്കെ എന്തായാലും തെറ്റാറ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സ്റ്റെപ്പ് തെറ്റാതെ മാക്സിമം കളിക്കണം. കാരണം ഒരുപാട് പേര് മറ്റേന്ന് വെച്ചാല് ഇവിടെ വന്നവർ മാത്രമേ കാണുന്നുള്ളൂ. അല്ലല്ലോ, നടക്കേണ്ടാണ് ഇപ്പൊ. അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, പിന്നെന്താ, അത്രയ്ക്കേ ഉള്ളൂ. സന്തോഷം പറഞ്ഞതില്ല. പിന്നെ എന്തായിരുന്നു, എന്തെങ്കിലും ഉണ്ടായിരുന്നു? വർക്ക് അതിനുണ്ടായിരുന്നോ? ഞാൻ ഇല്ല മാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത കുട്ടികളുടെ ഫുഡ് പാറ്റേൺ അതിനെ പറ്റിയായിരുന്നു. ഇംഗ്ലീഷിലൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. റെഡിയാണോ? ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കാം. അതിനുശേഷം നമുക്ക് മലയാളത്തിൽ സംസാരിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതാണ്, അറിയേണ്ടതാണ്, എല്ലാവരും അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ആ ടോപ്പിക് തന്നെ ഞാൻ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആരെങ്കിലും? സ്റ്റാർട്ട് ചെയ്യൂ. ഉണ്ടെന്നില്ല. എന്താണ് സൈലന്റ് ആയല്ലോ പെട്ടത്? പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കില്ലെന്ന് പറയുന്നു. വെരി ഗുഡ്. അങ്ങനെയാണ്, അങ്ങനെ പറയണം. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. പക്ഷെ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നത് മോശമായി. ഓക്കെ, അപ്പൊ മലയാളത്തിൽ സംസാരിച്ചാലോ? ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം കേട്ടോ. അതിനൊരു നമുക്ക് അത്രയും ടൈം കിട്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്ക് എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. മീൻസ് ആരും
ഇംഗ്ലീഷ് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. എല്ലാ ക്ലാസ്സിലും ഇതാണ് അവസ്ഥ. ഇംഗ്ലീഷ് സംസാരിക്കും, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ കംപ്ലീറ്റ്ലി സൈലൻസ് ആയി. ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കാം. പക്ഷെ നമുക്കാണെങ്കിൽ ഇപ്പോ ടെൻസ് പഠിച്ച് വന്നിട്ട് ടെൻസ് എല്ലാം ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ടൈം കുറവായിരിക്കും. സംസാരിക്കാനാണെങ്കിലും വളരെ കുറവായിരിക്കും. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. നോക്കട്ടെ ഞാൻ. സംസാരിക്കാമല്ലോ. പറയും. ബാക്കി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ആയൊരു പേര് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, ടീന പറഞ്ഞോളൂട്ടോ. ടീന. Hello, ma'am. Can you hear me? പറയാം നമുക്ക് about habits. Ma'am, can you hear me? Of course. Okay, ma'am. 1 second. Good morning, everyone. Respected Ashwati ma'am and my dear friends. I would like to speak on the food habits of kids. It's so important that mothers are so much conscious about what the kids eat, what do they want, right? So let's talk about food habits of kids. You know what they eat, how they eat, and why it matters. Kids are like sponges. They pick up everything like habits so fast. If they see us munching on fruits and veggies, they are more likely to down it. ടീന പോയോ? ഓക്കെ, പറയൂ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? എന്താണ് ഫുഡ് ഹാബിറ്റ്സ് കുട്ടികൾക്ക്? Sorry, ma'am. Ma'am, I'll speak to you after some time. May I? ഓക്കെ, ടീന. Ma'am, may I? Yeah, of course. Okay. Good morning to everyone. My name is Rashta Samdani. Today we are going to talk about the food pattern or food, the importance of regular food patterns to our children. The food pattern of children plays very crucial, important role in their growth, health, and their development. Children always need a balanced nutritional diet for supporting their physical growth, brain development, and for their also energy needs. We should have to take care of about the healthy to provide healthy balanced diet. A healthy food pattern includes 3 main meals: breakfast, lunch, dinner, and we have to provide the healthy snacks to them. Breakfast is very essential for children. The breakfast especially important because it gives energy and productivity to improve their concentration at the school. Children's food children to eat food from all food groups. They have to include carbohydrate, proteins, and fruits and vegetables. Fats include fats. These products we have to give the children's. These including contents always maintain daily meals, and children should drink enough water and consume milk and dairy products for strong for their bone health and teeth, and
junk food and sugary drinks are please avoid, please only provide the occasionally, and please don't give regularly, or don't give them to daily. It's we can give to them, but it's occasionally. We have to concentrate, and we have to take care about to provide the healthy and nutritious food to them. And parents and teachers should encourage children to develop healthy eating habits, such as for eating to time, and it's okay. So, ma'am, പെട്ടെന്ന് ഇപ്പോ പറഞ്ഞത്. റാഷിദ തയ്യാറായല്ലോ? താങ്ക് യു മാം. പരീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ചെറിയ ഞാൻ സത്യം പറഞ്ഞ പ്രിപ്പയർ ആയിരുന്നു. ഇപ്പൊ മാം പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മിച്ച് പറഞ്ഞത്. Yeah, very good. Okay. താങ്ക് യു മാം. Who's next? Talk about the vocabularies in English or Malayalam. Okay. Go on. പറയൂ. നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയൊരു ടോപ്പിക് ആണെന്ന് വിചാരിക്കും, പക്ഷെ ഇറ്റ്സ് നോട്ട് എനി സിമ്പിൾ ടോപ്പിക്. ഓക്കെ, ഒരുപാട് ആലോചിക്കാനുണ്ട്, ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു അല്ലെ, ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റിയില്ല, ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മളാണ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, എല്ലാ കാര്യങ്ങളും. ഒരു എന്ത് കാര്യമാവട്ടെ, ഒരു കുഞ്ഞിന്റെ കയ്യിൽ ആദ്യമായിട്ട് എന്തെങ്കിലും സാധനം കിട്ടുമ്പോ അവനത് അറിയില്ല, എന്താ ചെയ്യണ്ടേന്നോ അതെന്തിനുള്ളതാണെന്നോ ഒന്നും ആ കുഞ്ഞിന് അറിയില്ല. ശരിയല്ല? ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോ ഒരു കുഞ്ഞിന്റെ കയ്യില് ഒരു ഡയറി മിൽക്ക് കൊണ്ട് വെച്ചു കൊടുക്കും. ഡയറി മിൽക്ക് കൊണ്ട് വെച്ചെടുക്കുക, കുഞ്ഞ് എന്താ ചെയ്യാം? വായിലേക്ക് വെക്കാൻ നോക്കും. ഷുവർ, വായിലേക്ക് വെക്കും. എല്ലാരും എന്താ ചെയ്യാ? അതിങ്ങനെ നോക്കി നിൽക്കും. എന്താ സംഭവം? കവറൊക്കെ നോക്കി അത് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് ആ ടൈമിലുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്നാലും അതെന്താ വിചാരിക്കുക, എന്തോ ഒരു സാധനം കളിക്കാനുള്ള സാധനം, അതിന് കളിക്കുന്നു ലാസ്റ്റ് കുറേ കഴിയുമ്പോൾ അത് ഇട്ടിട്ട് പോകും അല്ലേ? അതെ, അപ്പോ കുഞ്ഞു കുറച്ചുകൂടി വലുതായെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു വയസ്സോ ഒരു വയസ്സ് വരെയും പറയാം. വീണ്ടും നിങ്ങൾ ഈ ഡയറികൾക്ക് കൈ കൊടുക്കുകയാണ്. കുഞ്ഞെന്താ ചെയ്യാ? ചിലപ്പോ ഒരു എറിയും. വീണ്ടും അവര് കളിക്കും, കളയും, എറിയും, അതിനൊന്നില്ലെങ്കിൽ എന്താണ് കുറച്ച് സ്ക്രംബിൾ ചെയ്യും അല്ലെ, എനിക്കാ ചെയ്യാ. അത്രയേ ഉള്ളൂ. അപ്പോഴും അതിനറിയോ അതെന്താണെന്ന്? ഇല്ല, അറിയോ? ഒരിക്കലും ഇല്ല, അതെന്താണെന്ന് അതിനറിയില്ല. ആരെങ്കിലും അത് പൊട്ടിച്ച് നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കൂ കുഞ്ഞിനെ മുന്നിൽ വെച്ച്, പിന്നെ അതിനെന്ത് മനസ്സിലാവും? അത് കഴിക്കേണ്ട സാധനമാണെന്ന് മനസ്സിലാവും. അപ്പോഴാണെങ്കിൽ മനസ്സിലാവാം. ഓക്കെ, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതും കാണിച്ചു കൊടുക്കുന്ന ആരാണ്? പാരന്റ്സ്. നമ്മളൊക്കെ തന്നെ. തന്നെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ആരെയും കുറ്റപ്പറഞ്ഞിട്ട് കാര്യമില്ല. വേറെയും കാണുന്നുണ്ടാകാം അവര്. ഓക്കെ, അത് ഇപ്പോൾ 1 വയസ്സിലോ 2 വയസ്സിലോ ഉണ്ടായിരിക്കില്ല. അകത്താണ് അല്ലെ, നമ്മുടെ വീട്ടിൽ അകത്തുള്ള കാഴ്ചകളാണ് കൂടുതൽ അവർ കാണാം. പുറത്തേക്കും അധികം പോകുന്നവരാണെങ്കിൽ പുറത്തെ കാഴ്ചകളാണ്. അല്ലാതെ നോർമലി നമ്മൾ ഒരു വയസ്സ് ഈ കുഞ്ഞിനെ നമ്മൾ ഒരിക്കലും എല്ലാവർക്കും കൊണ്ടുപോകില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അവർ കാണുന്നില്ല. ഒരു ഒബ്സർവേഷൻ കൂടുതലായിരിക്കും. പിന്നീട് അവര് കാണുമ്പോ അപ്പോൾ നമ്മൾ പേര് പറഞ്ഞിട്ടാവില്ല കേട്ടോ. ഓക്കെ, കവർ ഐഡന്റിഫൈ ചെയ്തു, അത് കഴിക്കാനുള്ളതാന്ന് മനസ്സിലായി. പിന്നീട് കടയിൽ എപ്പോഴെങ്കിലും കൊണ്ടുപോകുമ്പോ കുട്ടി എന്ത് പറയും? അത് വേണമെന്ന് പറയും. കുഞ്ഞ് അറിയാം കഴിക്കാനുള്ളതാണ്. ടേസ്റ്റ് കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുകയാണെങ്കിലോ ടേസ്റ്റ് കിട്ടി എന്ത് ചെയ്യും? അഡിക്ഷൻ ആണ് അല്ലെ, ക്രേവിങ്സ് ആണ്. സോ ഇനിയും വേണമെന്ന് പറയും. നമ്മൾ കുഞ്ഞിന് പേരറിയില്ല, സോ നമ്മൾ പേരും കൂടെ പഠിപ്പിക്കുകയാണെങ്കിലോ കുഞ്ഞ് പറയും നിങ്ങൾക്ക് വേണമെന്ന് പറയും. പറയോ?
പറയും. അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതാണ്. അത് അത് ഗുഡ് ഓർ ബാഡ് ഹാബിറ്റ്സ് ഏതാണെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മളാ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് കുഞ്ഞിന് നല്ലതല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇവൻ നമ്മൾ പോലും കഴിക്കാൻ പാടില്ല. അത് കുഞ്ഞ് കാണുകയും കഴിക്കാൻ പാടില്ല. അത്രയും ഞാൻ പറയുന്നുണ്ടോ. കുഞ്ഞ് കാണുകയും നമ്മൾ കഴിക്കാൻ പാടില്ല, അല്ലാതെ നമുക്ക് കഴിക്കാം. ഓക്കെ, സോ പുറത്ത് പോകാം, പുറത്ത് ജങ്ക് ഫുഡ്സ് നമുക്ക് കഴിക്കാം, പക്ഷെ കുഞ്ഞിനെ കൂടെ കൂട്ടരുത്, കാണരുത്. അമ്മയും അച്ഛനും കഴിക്കുന്നുണ്ടെന്ന് കാണാൻ പാടില്ല. ഓക്കെ, അല്ലാതെ ഒരു കുഞ്ഞിനെ നമ്മുടെ ബേക്കറിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും അറിയാൻ പറ്റില്ല. അറിയോ? ഒന്നും അറിയില്ല. എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറയാൻ അറിയില്ല. എന്റെ പേര് അറിയില്ല, എന്റെ ടേസ്റ്റ് അറിയില്ല. നമ്മൾ പറയുന്നതാണ്. ഓക്കെ, എന്റെ മോളെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. മറ്റേ എന്താണ് പറയാ, പേര് മറന്നു. കിൻഡർ ജോയ്. ഇൻഡസ്ട്രി വേണമെന്ന് ഒരു ദിവസം പറഞ്ഞിട്ടോ. എവിടെയോ പോയപ്പോഴാണ് ഞാൻ പറയുന്നത് മുട്ടയാണെന്ന് പറഞ്ഞു. എഗ് ആണെങ്കിലും എഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചു. അപ്പൊ അവളുടെ മനസ്സിൽ ഇപ്പോൾ അത് എഗ് ആണ്. അതിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്തില്ല. ഞാൻ കഴിച്ചു കാണിച്ചോട്ടി അവർക്ക് അറിയില്ല എഗ് ആണ്. ഏതൊരു റീൽ അങ്ങനെ കാണിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ അവർക്ക് ഉറപ്പായത് എഗ് ആണ്, മനസ്സിലായി. ഒഴിക്കും മുട്ടയത് കൊണ്ട് താല്പര്യമില്ലല്ലോ, താല്പര്യമില്ലാത്ത കേസാണ്. അതുകൊണ്ടൊക്കെ വിട്ടു. പിന്നെന്ന് വെച്ചാല് ഇതൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും മിസ്സിന് ഇതൊക്കെ ഇന്ന് പറയാം. സിമ്പിൾ ആണ്, ഇതൊക്കെ പറയാൻ എളുപ്പമാണ് മിസ്സേ, നമുക്കത് പ്രാക്ടിക്കൽ ആക്കാനാ ബുദ്ധിമുട്ട് എന്ന് പറയും. എല്ലാവരും ചിന്തിക്കും കേട്ടോ. നിങ്ങൾ മാത്രമല്ല ഞാൻ ചിന്തിക്കും. എനിക്ക് ഇതൊക്കെ ഭയങ്കര വാശിയാണ് കേട്ടോ. എനിക്ക് നമുക്ക് ബേക്കറി ഐറ്റംസോ ചോക്ലേറ്റ്സോ ഇതൊന്നും കൊടുത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരുവിധ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സൈഡ് എഫക്ട്സ് അല്ലാതെ അതിന് ഒരു ബെനിഫിറ്റ്സും നമുക്കില്ല. ശരിയാണല്ലോ അല്ലേ? എന്താണ് കുട്ടികൾ സന്തോഷം, ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു, അങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുക്കും. ആരെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ വേണ്ടാന്ന് പറയില്ല. അതെന്തായാലും ഒരു അഡിക്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളോ അവരുടെ ബോഡിയിൽ വരുന്നതെന്നറിയോ? നമ്മള് ജനിച്ച ടൈമിലും നമ്മൾ വളർന്ന ടൈമിലും ഒരിക്കലും ഇത്തരത്തിലുള്ള ഫുഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കഴിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കി, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തൊക്കെയാ കഴിച്ചേ? അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങള് അല്ലെ, കടയിൽ നിന്ന് കിട്ടുന്ന പട്ടക്ക് കിട്ടുന്നത് നാരങ്ങ മിഠായി, അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടു. അല്ലാതെ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? എല്ലാ ഗ്രാൻഡ് പാരന്റ്സ് പറയുന്ന ഡയലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരാണ് ഈ ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്? അവരാണ് മെയിനായിട്ട് കുട്ടികൾ ചീത്ത കാണുന്നത്. ഇവര് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, സ്ഥിരം ഡയലോഗ് ഉണ്ട്, ഞങ്ങള് മക്കളെ വളർത്തിയാന്ന് പറയും. അതെ മാഡം, ഞാൻ ഇവിടെ കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കില്ല, ബേക്കറി സാധനങ്ങളൊന്നും കൊടുക്കില്ല. അവള് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ചോക്ലേറ്റും കൊടുക്കില്ല. അപ്പൊ ചായയും കൊടുക്കില്ല. അമ്മ പറയും, അമ്മ കുറച്ച് ഏജിലാണ്, മീൻസ് മദറിലോ. അമ്മ ചായ കുടിക്കുമ്പോ കുട്ടിക്കും കൊടുക്കും. അപ്പൊ ഞാൻ പറയും കൊടുക്കണ്ട, അപ്പൊ ഇത്തിരി അല്ലേ, ഇത്തിരി കൊടുത്തത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ദിവസം ഇത്തിരി 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 കൊടുത്തു കഴിഞ്ഞാലല്ലേ പ്രശ്നം ഉണ്ടാവുക. ഒരു ദിവസം കൊടുത്ത പ്രശ്നം. ഞങ്ങള് 4 മക്കളെ വളർത്തിയതാണ്, ഇങ്ങനെ തന്നെ വളർത്തി, അവർക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ, അപ്പൊ ഈ കുട്ടിക്ക് ഒരു പ്രശ്നം വരില്ല. അവരുടെ സ്ഥിരം ഡയലോഗ് അങ്ങനെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വഴക്കായി. സ്ഥിരം അങ്ങനെയാണ്. അതിനെന്താ ഇപ്പോ പിന്നെ എന്നെ കാണാതെ എല്ലാം കൊടുക്കും. പക്ഷെ എന്നെ കാണാതെ എല്ലാം ബാക്കി ചെന്ന് കൊടുക്കും. പക്ഷെ കുട്ടി ആയതുകൊണ്ട് തുടക്കില്ലല്ലോ. അവളുടെ വായിലെല്ലാം ഇങ്ങനെ അതിന്റെ പൊടിയും ബിസ്ക്കറ്റിന്റെ പൊടിയും ചായയുടെ. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാവും അവർ കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ അവര് പറയും ഞാൻ കൊടുത്തിട്ടേ ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ എന്നെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ, കുട്ടിയുടെ വയറ്റിൽ പോയത് തന്നെയാണ്, എന്നെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒന്നും പറയാൻ പോവാറില്ല. ഓക്കെ, എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അപ്പോ ഗ്രാൻഡ് പാരന്റ്സ് കൊടുക്കുമെന്ന് പറഞ്ഞു. പറയുന്നത് എന്റെ മക്കൾ അവരുടെ മക്കള് അവര് വളർത്തിയിട്ടുണ്ടല്ലോ, അവര് വളർത്തുന്ന രീതി എന്തായിരുന്നു അത് ചോദിച്ചു നോക്കണം. നിങ്ങൾ എങ്ങനെയാ വളർത്തിയത്? ഇതൊക്കെ കൊടുത്തിട്ടാണ് വളർത്തിയത്. അപ്പൊ ചായ പറയും. അവര് പറയുന്ന ഒരേ ഒരു കാര്യം, അവർക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ചായയാണ്. ഇന്നത്തെ കാലത്ത് ചായ സെയിം ആണെങ്കിൽ സെയിം ആണോ? ആണോ? ഒരിക്കലും. അന്നത്തെ കാലത്തെ ടീ പൗഡർ ആണോ ഇന്നത്തെ കാലത്ത് വരുന്നത്? പിന്നെ ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും കൊടുക്കുമ്പോ പറയാ, അന്ന് നിങ്ങളെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക.
കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പറ്റില്ല. അന്നത്തെ സാഹചര്യത്തിൽ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ല പറയാൻ, വളരെ കുറവാണ് അല്ലെ. ബിസ്ക്കറ്റ്സോ അങ്ങനെ ഒന്നുമില്ല. അത് കൊടുത്തിട്ടാണ് മക്കളെ വളർത്തിയതവരെ. ഒരിക്കലല്ലോ. എന്തുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്നു ചോദിക്കാൻ റൈറ്റ്സ് നമുക്കുണ്ട്. കാരണം നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് ഇഷ്ടമാണ്. കാരണം അവര് ഓൾറെഡി ഞാൻ പറയുന്ന ഡയലോഗാണ്, അവർ ഓൾറെഡി മക്കളെ വളർത്തി അവരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ മക്കളാണ്, അവര് ഡ്യൂട്ടി കഴിഞ്ഞു. നമുക്ക് ആറ്റുന്ന കുഞ്ഞുണ്ടാവാണ്. സോ അവരെ വളർത്താനുള്ള എന്താണ് അവകാശവും അവരെ വളർത്താനുള്ള ഒരു ആഗ്രഹവും അല്ലെ, ഇതെല്ലാം നമുക്കുണ്ട്. അവരെങ്ങനെ വളർത്തണമെന്ന് നമുക്കറിയാം, അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാൻസ് ആണ് ഇപ്പൊ ഇത്. അതിൽ വേറെ ആരും കൈയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞാലും ആ ഒരു വീട്ടിൽ തന്നെ നിൽക്കുന്നത്. പുറത്തൊന്നും അങ്ങനെയില്ല. ഒരുവിധം പ്രായം കഴിഞ്ഞ് പോവാണ്, അവരൊറ്റയ്ക്ക് താമസിക്കാം. ശരിക്കും ചെയ്യേണ്ടത് അങ്ങനെയാണ്. അത് നമ്മുടെ പാരന്റ്സ് പഠിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഏത് പാരന്റ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആൺമക്കളോട് പോകാൻ പറയാം, വേറെ വീട് പോയിട്ട് താമസിക്കുക, അവരായി വരെ പാടെ. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ സൊസൈറ്റി അങ്ങനെയല്ല. അതൊക്കെ മാറേണ്ട കാലം ഒരുപാട് മാറേണ്ടതാണ്. ഓക്കെ, ടോപ്പിക് ചേഞ്ച് ആവാട്ടോ, ഇങ്ങനെ തന്നെ പോരാ. അപ്പോ ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുട്ടി നല്ല രീതിയിൽ വളരുന്നത്. നല്ല ഹെൽത്തി ഫുഡ്സ് കഴിച്ച് വളരുന്ന നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട്സ് വേണം. മീൻസ് ഗ്രാൻഡ് പാരന്റ്സിനാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഫൈറ്റ് ചെയ്യണം, നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. മക്കൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യണം നോക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ഫൈറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഹസ്ബൻഡ് ആരെങ്കിലും ഒരു സപ്പോർട്ടിന് ഉണ്ടാവണം. മനസ്സിലായോ? അപ്പോ ഇനിയിപ്പോ മക്കളെ എല്ലാവർക്കും വലുതായിട്ടില്ലാതാം. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് പറഞ്ഞേട്ടാ. ഇതുവരെ നടന്നു നോക്കി, എല്ലാം പോട്ടേന്ന് വെക്കാം. ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ്, എല്ലാം നമുക്ക് പറയാൻ അല്ലെ. സോ ഞാൻ ചെയ്തൊരു കാര്യം പറയട്ടെ. ഇത്രയും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഇപ്പോഴും നമുക്ക് വേണ്ടത് ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് അല്ലെ. ഇതൊക്കെ പറയാനും ഉള്ള യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. എന്തൊരു കാര്യവും നമ്മൾ ഒരാളെ അഡ്വൈസ് ചെയ്യുമ്പോൾ അഡ്വൈസ് ചെയ്യാനുള്ള യോഗ്യതയും കൂടെ നമുക്ക് വേണം. അത് നീ നന്നാവും എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കും എന്നൊരു ഡയലോഗ് ഉണ്ട് അല്ലെ. ഓക്കെ, എന്റെ മോളെ ബേക്കറി കൊണ്ടുപോയാൽ നമുക്ക് ഒന്നും അറിയില്ല. ഓക്കെ, അവളെ എനിക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകും, എവിടെയും കൊണ്ടുപോകും. ഏത് ബേക്കറി പോയാലും അമ്മ ഇത് വേണം എന്ന് അവള് പറയില്ല. കാരണം നമുക്ക് അറിയില്ല, ഒന്നും അറിയില്ല. അവരുടെ ചോക്ലേറ്റ്സിന്റെ പേരറിയില്ല. ലഡു പറഞ്ഞു തുടങ്ങി എന്താണെന്ന് അറിയോ? ഇത് അംഗൻവാടി പോയ ടൈമിലോ ലഡു കിട്ടി. അല്ലാതെ അവൾക്ക് ബേക്കറി പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. അവളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇതുവരെ എന്ന് പറയാൻ പറ്റില്ല. അയ്യോ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്സ് കഴിക്കൂട്ടോ. ഞാൻ ഒരുപാട് അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ്. കുഞ്ഞിലേ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ബിസ്ക്കറ്റ്സ് കഴിക്കരുത്, ചോക്ലേറ്റ്സ് കഴിക്കരുതാ, പുഴു വരും പറയും. അങ്ങനെ പറഞ്ഞു അവളുടെ ബ്രെയിനിൽ അത് ഫീഡ് ചെയ്ത് വെച്ചേക്കാം. ആര് പറഞ്ഞാലും അവളെ റിവ്യൂ ചെയ്യേണ്ട പുഴു വരും. ആരോ ഒരാളാണെന്നുള്ളത് വീട്ടിലെപ്പോഴോ വന്നു കേട്ടോ. വന്നപ്പോ അവളുടെ കയ്യിൽ എന്തോ മിഠായി എന്തോ ഉണ്ടായിരുന്നു. അവളത് കൊടുത്തു, അവൾക്ക് കൊടുത്തു കേട്ടോ. മിഠായി കൊടുത്തപ്പോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. അപ്പൊ ആ ആള് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എനിക്ക് ഇപ്പൊ ഓർക്കും ചിരി വരും. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയും മിഠായി വേണ്ടാന്ന് പറയില്ല എന്ന് പറഞ്ഞു. അറിയില്ല, ചിലപ്പോ എനിക്കാം. കാരണം കിട്ടിക്കഴിഞ്ഞ എന്തായാലും വാങ്ങും. പക്ഷെ ഇവള് പറയും വേണ്ട കേട്ടോ, വേണ്ടാന്ന് പറയുള്ളൂ. വേണ്ട, പല്ല് പുഴു വരുന്നു. ഞാനാണെങ്കിലും യൂട്യൂബില് ഉള്ള പല്ല് കേടുള്ള കുറെ വീഡിയോസ് ഉണ്ടല്ലോ, എല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ പുഴു വരും, ഇതൊക്കെ തിന്നാൽ ഇങ്ങനെയായിരിക്കും നിന്റെ പല്ല് എന്നൊക്കെ പറയും. നാളാണെങ്കിൽ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നേ. ഇപ്പൊ LKG ആയിട്ടുള്ളൂ, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആ. നിറം വെക്കണം എന്നൊക്കെ പറയുന്ന ഡയലോഗാണ്. അപ്പൊ ഇതല്ല. അപ്പൊ അവളുടെ ബിഗ് പോയിന്റ് കയറി ഞാനങ്ങനെ ക്ലിക്കും, അത്രയേ ഉള്ളൂ. പല്ലില് പുഴു വരും, പിന്നെ പഞ്ചൊന്നും ഉണ്ടാവില്ല, മുടിയൊക്കെ ഭയങ്കര മുടിയൊക്കെ വേണം എന്നൊക്കെ പറയും. ഇപ്പോഴേ പറയും. കാണുമ്പോ ഒരു പോക്കി, മുടി വളരില്ല എന്നൊക്കെ പറയുമ്പോ ഒന്നും വേണ്ടാന്ന് പറയുമ്പോ ബിസ്ക്കറ്റ്സ് കഴിക്കും. ബിസ്ക്കറ്റ്സ് കഴിക്കും കേട്ടോ. സ്കൂളിലായാലും കൊണ്ടുവരുമ്പോ കഴിക്കും. അപ്പൊ ഞാൻ പറയും, മോൻ കഴിച്ചോ? കാരണം കുഞ്ഞുങ്ങളല്ലേ, എന്തായാലും ഒരു ആഗ്രഹം വരും, കൊതി വരും. ഞാൻ പറയും, മോൻ കഴിച്ചോ? പക്ഷെ കുറച്ച് കഴിച്ചാൽ മതിയോ. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അവിടെ എന്നോട് വന്ന് പറയുകയും ചെയ്യും, കഴിച്ചു. നോറ അവളുടെ ഫ്രണ്ടാണേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരിക്കോളം കഴിച്ചിട്ടാണെന്ന് പറയും. അപ്പൊ അത് കുഴപ്പമില്ല, എന്നാലും കഴിക്കാണ്ട് നോക്കൂ, മാക്സിമം നോക്കൂ, ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയും. മാക്സിമം ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എന്തെങ്കിലും തട്ടിക്കൂട്ട് പണിയെന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. കേക്ക് ആണെങ്കിലൊക്കെ ഞാൻ ഇതിലൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോഴാണ് അപ്പോ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കേക്ക് വാങ്ങല്ലോ, അങ്ങനെ പ്ലം കേക്ക് അങ്ങനെ. അല്ലാതെ
അല്ലാതെ ഒന്നും ഇതുവരെയും കഴിക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ. വളരെ കുറവാണ്. അവർക്ക് അതിനോടും ഇൻട്രസ്റ്റും കുറവാണ്, ഇപ്പൊ താല്പര്യവും ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ഇത്രയും ഞാൻ എളുപ്പത്തിൽ പറഞ്ഞില്ലേ ഇതെല്ലാം കൊടുക്കാറില്ല എന്നുള്ളത്. ഇതിന് പുറകിലും നിങ്ങൾ പറയുന്ന പോലെ ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഒന്നല്ല, അത്യാവശ്യം നമ്മൾ ഫൈറ്റ് ചെയ്യാതൊന്നും നടക്കില്ല. സോ ഫൈറ്റ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ഒപ്പണായിട്ടല്ല പറയാറ്. ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കൊടുത്താൽ എന്റെ മക്കൾ വളരുന്നതെന്നും പറയും. പറയുന്നത് പറയട്ടെ, വിഷയമല്ല. കാരണം ഒരു കുഞ്ഞ് വേണ്ട, ഒരു വീട് നമ്മൾ പണിയും. വീട് പണിയുമ്പോ അടിത്തറ നമ്മൾ എത്രത്തോളം അല്ലെ, എങ്ങനെയാ അടിത്തറ പണിയാ, ഫൗണ്ടേഷൻ എങ്ങനെ നമ്മൾ ചെയ്യാം, പവർഫുൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ പിന്നീട് അങ്ങനെ പണിയുമ്പോ ഒന്നും പറ്റാതെ സേഫ് ആയിട്ടിരിക്കും അല്ലെ. അത്രയും കൊടുക്കാം. ഒരു കുഞ്ഞാണെങ്കിൽ വളർന്നു വരുമ്പോ അടിത്തറ നമ്മൾ അത്രയും സ്ട്രോങ് ആണ്. ഇപ്പൊ കൊടുക്കുന്ന ഫുഡ്സ് ആണ് അവര് പിന്നീട് അങ്ങോട്ട് ഒരു ഹെൽത്തി ആയിട്ടും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാതെയൊക്കെ നോക്കാം. എപ്പോഴും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി പോയത് പൊക്കോട്ടെ, ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. അതുപോലെ ബേക്കറി ഞാൻ പറഞ്ഞു, ജങ്ക് ഫുഡ്സ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കുഞ്ഞ് ഒന്നും കഴിച്ചിട്ടില്ല. നൂഡിൽസ് ആണെങ്കിലും തട്ടിക്കൂട്ട് പണി ഞാൻ ചെയ്യും. ഗോതമ്പ് കൊണ്ടൊക്കെ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാറോ അങ്ങനെയായിട്ട്. അപ്പൊ അവളുടെ വിചാരം ഇങ്ങനത്തെ വൃത്തികളുടെ ടേസ്റ്റ് ആണ്. ഞാൻ ഉണ്ടാക്കി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സോസ് ഒന്നും ഞാൻ വെക്കില്ല. സോസ് ഒക്കെ ഞാൻ തട്ടിക്കൂട്ട് പണി, അതായത് ടേസ്റ്റിങ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും നല്ല സാധനം, നല്ല ഫുഡിനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. പൊതുവെ അങ്ങനെയാണല്ലോ, നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ്. അപ്പൊ ഞാൻ കൊടുക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഷുഗർ ഒന്നും കൊടുക്കാറില്ല, പഞ്ചസാര ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അതിൽ ശർക്കര ആയിരിക്കും, അല്ലെങ്കിൽ ഈന്തപ്പഴോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ടേസ്റ്റ് കുറവാ. അപ്പൊ ഇവിടെ വിചാരിക്കും പുറത്തെ നൂഡിൽസിന്റെ ഇങ്ങനത്തെ ടേസ്റ്റ് ആണെന്ന് വിചാരിക്കാറ്. നമ്മൾ ടേസ്റ്റ് ചെയ്യിച്ചിട്ടില്ലല്ലോ, ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. അതുകൊണ്ട് അങ്ങനെ നൂഡിൽസ് വേണം വേണ്ട, നീ വേണ്ടെന്നേ പറയൂ. അത് ആര് ചോദിച്ചാൽ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ കഴിക്കാൻ കൊടുത്താലേ അവർക്ക് ഓക്കെ ടേസ്റ്റ് കിട്ടും. ടേസ്റ്റ് കിട്ടിയ പിന്നെ സീനാണ്. പക്ഷെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, അവയർനെസ് കൊടുക്കുക. ഇത് കഴിച്ചാൽ ഇങ്ങനെ വരും, ഇങ്ങനെയാ സംഭവിക്കും, ഇപ്പൊ അറിയില്ല, പിന്നീട് എപ്പോഴായിരിക്കും പല നമ്മുടെ ലിവറിന്റെ കംപ്ലൈന്റ് വരും, കിഡ്നീസിന്റെ കംപ്ലൈന്റ്. അവര് ബോഡി അത്രയും എന്താണ് കുറച്ചുകൂടി നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറ്റേണ്ടതാണ്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കൊടുത്താലും അവരത് വാങ്ങിയില്ല, കഴിക്കില്ല. ഓക്കെ, അത് മാത്രമല്ല കേട്ടോ, അവര് ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഒരു 5-6 വയസ്സ് വരെ. അവർ നന്നായിട്ട് ബ്രെയിൻ പ്രവർത്തിക്കുന്ന സമയമാണ്, ഇംപ്രൂവ്മെന്റ്സ് വരുന്ന സമയമാണ്. ആ ടൈമിൽ നമ്മൾ ഈ മോശം ഫുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹെൽത്തിനെ മാത്രമല്ല അവരെ ബ്രെയിനെ എഫക്ട് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അനുസരണക്കേട്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു നമ്മള് പറയുന്ന നമ്മൾ വളർത്തുന്ന രീതിക്കുള്ള ഇതാണ് കേട്ടോ. ഒരു കുഞ്ഞുണ്ടാകാന്ന് പറയുന്നത് എളുപ്പമാണെങ്കിൽ പോലും അത് കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. എല്ലാ കുട്ടികളും വളരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ കുട്ടികളും വളരുന്നുണ്ട്. പക്ഷെ എങ്ങനെ വളരണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്, ആസ് എ പാരന്റ്സ് ആണ്. ശരിയല്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം ഏതൊക്കെ ടൈപ്സ് ഓഫ് മനുഷ്യന്മാരുണ്ട് അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കണ്ടേ ഓരോ കുട്ടികളും ഓരോ വീട്ടിൽ നിന്ന് വളർന്നു വരേണ്ടത്. അങ്ങനെയല്ലേ ഒരു സൊസൈറ്റി ആവാം അല്ലെ? ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് ഇനി വരുന്ന ജനറേഷൻ. ആ ജനറേഷൻ എങ്ങനെ ആകണമെന്നും അവരെങ്ങനെ പെരുമാറണമെന്നും അവരെങ്ങനെ സൊസൈറ്റിയെ കാണണമെന്നെല്ലാം പഠിപ്പിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും ആസ് എ പാരന്റ്സും പിന്നെ ആരാ ചെയ്യേണ്ടത്? ടീച്ചേഴ്സും ആണ്. ഓക്കെ, ഇവർ രണ്ടുപേരാണ് ഒരു കുട്ടിയുടെ വളർച്ചയെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു പ്രായം വരെ മാത്രം പാരന്റ്സിന്റെ കൂടെ, ഫുൾ ടൈം അവരെവിടെയാണ് അറിയാലോ, ടീച്ചേഴ്സിന്റെ കൂടെയാണ്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ നിങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക് പറയാൻ കാരണം കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, എനിക്ക് വേറെ ആരും പറയാൻ പറ്റില്ല. സോ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാനിപ്പോ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാല്, എക്സാം പേപ്പർ കിട്ടുമ്പോ എക്സാം പേപ്പറിന്റെ കൂടെ ചോക്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത്. എനിക്ക് ആ രീതിയോട് ഒട്ടും താല്പര്യം. ഞാൻ എന്റെ കൈ കൊണ്ട് ഒരു കുട്ടിക്കും ഇതുവരെയും ഒരു ചോക്ലേറ്റ്സ് വാങ്ങി കൊടുത്തിട്ടില്ല. അതൊട്ടും താല്പര്യമുള്ള ഒരു കാര്യമല്ല, എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ദ്രോഹമല്ലേ? എനിക്ക് ചിന്തിച്ചു നോക്കിയത്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ദ്രോഹമല്ലേ ആരോടാണെങ്കിലും ആണോ അല്ലയോ? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്, ചുമ്മാ അത് മിസ്റ്റേക്ക് പറയുന്നു. അങ്ങനെ ചിന്തിക്കാട്ടോ. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആ പറയുന്നത്. ഒരു മിഠായി കൊണ്ടുപോ ഒരു ചോക്ലേറ്റ്സ് വാങ്ങാൻ പറയും, കണ്ടന്റ്സ് ഒക്കെ നോക്കൂട്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ചോക്ലേറ്റ്സ് തിന്നെങ്കിൽ എന്താ പറ്റാ? അങ്ങനെയല്ല. ആ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അവരുടെ
അവരുടെ ഓർഗൻസ് ഒക്കെ എന്തൊരു കുഞ്ഞായിരിക്കും എന്ന് ആലോചിച്ചു. നമ്മുടെ ഒക്കെ ഉണ്ടാവുമോ? കുഞ്ഞല്ലേ അല്ലേ? അത് വളർന്നു വരുന്നേ ഉള്ളൂ. അതിന് ആ ടൈമിലാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയട്ടെ, ഒറിയോ ബിസ്ക്കറ്റ് അറിയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒറിയോ ബിസ്ക്കറ്റ് ആഡ് വരുന്നുണ്ട് അല്ലെ? ഒരുപാട് ആഡ് വരുന്നത് ഈ ആഡ് കണ്ടിൽ വാങ്ങുന്നതാണ് ഒരുപാട് കുട്ടികൾ. അതിൽ ആ ഒറിയോ ബിസ്ക്കറ്റ്സ് എനിക്ക് തോന്നുന്നു 10 രൂപയുടെ ബിസ്ക്കറ്റിൽ ഇപ്പോൾ 5 ഉണ്ടാവും അല്ലെ തോന്നുന്നു. അതില് ഒരു ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ശരിക്കും പറയാണെങ്കിൽ ഒരു ബിസ്ക്കറ്റ് അതിന്റെ കൂടുതലാണ് കുട്ടിക്ക്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒരു ഫുൾ ബിസ്ക്കറ്റ് നമ്മൾ ഒരു കുഞ്ഞു കഴിക്കും. എത്രത്തോളം ഷുഗർ കണ്ടൻസ് കാണുന്നുണ്ടെന്ന് അറിയോ? ഭാവിയിൽ എന്ത് വെച്ച് ഷുഗർ പേഷ്യന്റ് ആയിട്ട് മാറും, ചെയ്യേണ്ടി വരും, ഒരുപാട് സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല കേട്ടോ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. അത് മാത്രമല്ല മാം, ഓറിയോ ബിസ്ക്കറ്റിൽ ഉണ്ടല്ലോ, അത് അഡിക്റ്റ് ആവാനായിട്ടുള്ള എന്തോ ഒരു ഇത് ആഡ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. ഞാനിവിടെ കേട്ടാറില്ല കേട്ടോ അത്. എനിക്ക് അതിന്റെ കളറേ ഇഷ്ടമല്ല, ആ കറുത്ത കളറേ ഇഷ്ടമല്ല. നമ്മൾ അറിയുന്നില്ല, ഇതെല്ലാം ഒരു ബിസിനസ് ആണ്. നിങ്ങൾ ചിന്തിക്കൂ, ബിസിനസ് ആണ് എല്ലാം. പുറത്ത് വരുന്ന ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ബിസിനസ് ആണ്. നാച്ചുറൽ ഐറ്റംസ് ഒന്നും ബിസിനസ് മൈൻഡ് ആയിരിക്കില്ല, പക്ഷെ അത് സെയിലായി പോകുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, നല്ല പ്രൊഡക്ട്സും ഹെൽത്തി പ്രൊഡക്ട്സും ഒരിക്കലും സെയിൽ കുറവായിരിക്കും. നമ്മൾ ലെടിപ്പിടിച്ച് പോയി കഷ്ടപ്പെട്ട് വാങ്ങണം, അത്രയും. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആയ ഒരു കാര്യമില്ല. എന്നാ റേറ്റ് ഉണ്ട്, റേറ്റ് ഉള്ളത് കൊണ്ട് ആരും വാങ്ങിയുമില്ല. അങ്ങനെയാണ്. ഇതെന്താണ്? ചീപ്പ് റേറ്റ് ആണ് കൊടുക്കുന്നത്. ഈ എല്ലാ ബിസിനസ് മൈൻഡുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം, ചീപ്പ് റേറ്റിന് സാധനം കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങും. പക്ഷെ അതെന്താണ്? എന്താണ്? കാശ് കൊടുത്ത് രോഗം മറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എല്ലാ ജംഗ്ഷനിലും, എല്ലാ ജംഗ്ഷൻ പോട്ടെ, ഓരോ സ്ഥലത്തും ബേക്കറി കൂടി വരും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചു നോക്കുക, പട്ടണങ്ങൾ ഒരുപാട് കൂടി. ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം സെയിൽസ് അവർക്ക് ഉണ്ട്. ഓക്കെ, അത് മാത്രമാണോ? ഹോസ്പിറ്റൽസിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, ശരിയല്ലേ? ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ കുട്ടിക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്കാണെങ്കിൽ നോട്ട് ചെയ്തോളൂ. കുറ്റം പറയുന്നല്ല കേട്ടോ, ഇനി കുറ്റം പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഇനി കറക്ഷൻ ടൈമാണ്. കുറ്റം പറയുന്നില്ല, ഇപ്പോഴെങ്കിലും റിയലൈസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓരോ കുട്ടിക്ക് പെട്ടെന്ന് അസുഖം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഓടിപ്പോയി മരുന്ന് കൊടുക്കുക. ഓടിപ്പോയി മരുന്ന് വാങ്ങി കൊടുക്കുക ചെയ്യുന്നതാണ്. എന്ത് അസുഖം വന്നാലും മരുന്ന് വാങ്ങി കൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർ ശ്രദ്ധിക്കുന്നു, ഏതെങ്കിലും ഡോക്ടർ ഈ രോഗം വരുന്നതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് ഇല്ല. ഇത് ചെയ്യണം അറിയില്ല. അത് ബിസിനസ്. ഓക്കെ, ഇത്രയും പബ്ലിക്കിൽ ഇരുന്ന് ഞാൻ എനിക്ക് പറയുന്നത് എല്ലാ ബിസിനസ്സാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യും, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യും. നമ്മൾ ചോദിച്ചാലേ മാത്രമേ പറയൂ, ചോദിച്ചാൽ മാത്രമേ പറയൂ. അതായത് ഒരു ഡോക്ടർ നമ്മളോട് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുകയോ ഒരു അവയർനെസ് കൊടുക്കുകയോ എനിക്ക് ചെയ്യാറില്ല. ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്കിപ്പോ ഇത് ക്ലാസ്സിൽ പറയേണ്ട വല്ല ആവശ്യമില്ല. ഒരാവശ്യമില്ല, ക്ലാസ്സിലൊക്കെ പോകാം, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാനത് പറയുമ്പോ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ ഇവരെല്ലാവരും എന്താ ചെയ്യാം? ഒന്ന് റീതിങ്ക്. അത് ആർക്കാണ് ഗുണം? നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുള്ളവർക്കും കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ കണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. എന്തായാലും പറയും. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ കുട്ടിക്കാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ ഉറപ്പാണ്, ഷുവറാണ്. നിങ്ങൾ കണ്ടിന്യൂ ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങളുടെ അടുത്ത ജനറേഷൻ കുട്ടികൾ എന്ത് ചെയ്യും? അത് തന്നെ ഫോളോ ചെയ്യുന്നു. മനസ്സിലായോ? അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മള് ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഡീസന്റ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കും. നമ്മൾ ഈ കുട്ടികളെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുമ്പോ ഡോക്ടേഴ്സ് തന്നെ ചില നേരം സ്വീറ്റ്സ് കൊടുക്കും, അവരുടെ കയ്യില് ചോക്ലേറ്റ്സ് എന്തെങ്കിലും കൊടുക്കും. അതെ, അതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അറിയാം, ഇതെല്ലാം അറിയാവുന്നതാണ്. അവർക്ക് പിന്നൊരു കാര്യം കേട്ടോ, നിങ്ങൾ ചിന്തിക്കൂ, വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യം പറയൂ, വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. പണ്ടുള്ള ആൾക്കൊന്നും ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവർ ഒരുപാട് പക്വതയുള്ള ചില കാര്യങ്ങളൊക്കെ
പെരുമാറുന്നെന്നും പറയുന്നതൊക്കെ. ഇന്ന് വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ടാണ് വേറില്ല. അത്രേ ഉള്ളൂ. വിദ്യാഭ്യാസം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്നലെ തന്നെ ഒരു ന്യൂസ് കണ്ടായിരുന്നു. എല്ലാരും ഒരാള് ബസ്സിൽ ഒരു ഇഷ്യൂ വന്നു. അത് അവർക്ക് കണ്ടാലും അറിയാം അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവരുടെ ഒരു വിവരമില്ലായ്മയാണ് ഒരാളുടെ ജീവിതം തകർത്തത്. അത്രേ ഉള്ളൂ. വിദ്യാഭ്യാസം വിവരം തമ്മിൽ ഒരു ബന്ധമില്ല. വിദ്യാഭ്യാസം കുറെ ഉണ്ടായിട്ടും കാര്യമില്ല. അത്യാവശ്യം കുറച്ചും വിവരം വേണം. അതെനിക്ക് ഡോക്ടേഴ്സിന്റെ കാര്യം എന്തെങ്കിലും പറയാനുള്ളൂ. അവരത്രയും പഠിച്ചു ഡോക്ടറായി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. കുറച്ച് വിവരം വേണം അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയോ നമ്മുടെ പ്രഗ്നൻസി ടൈമില് ഡോക്ടറെ കാണാൻ പോകുമ്പോ ഡോക്ടർ പറയുന്നൊരു കാര്യം, ഏതൊരു ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തല്ല കേട്ടോ, എനിക്കറിയാവുന്ന ആൾക്കാണ്. മദേഴ്സ് ഹോർലിക്സ് കഴിക്കാൻ പാടില്ല. അതൊക്കെ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു ഡോക്ടർ പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു മണ്ടത്തരാണല്ലേ? നമ്മൾ അത്രയും പൊട്ടന്മാരാണോ? പൊട്ടന്മാരായവരുണ്ട് കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഡോക്ടർ പറഞ്ഞത് കഴിക്കാൻ പറഞ്ഞു അവര് കഴിക്കുന്നു. അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അതാണ് അവർക്ക് വേണ്ടത്. അത്രയേ ഉള്ളൂ. കാരണം അത്രയും പ്രൊഡക്ട്സ് സോൾഡായിട്ട് അവർക്ക് വേണ്ടതാണ്. അത് നടന്നുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ പറയുന്ന ഡോക്ടറിന്റെ ഒരു കഴിവെന്ന് ആലോചിച്ചു നോക്കിയേ. അതൊക്കെ ഭയങ്കര ഒരു മനസാക്ഷി ഇല്ലായ്മയാണ്. ഒരു പ്രഗ്നന്റ് ആയ ലേഡിയോട് മദേഴ്സ് ഹോർലിക്സ് കഴിക്കാൻ പറയുമ്പോൾ അതിൽ അവര് പറയുന്ന കണ്ടന്റ്സ് എല്ലാം ഉണ്ടെന്ന് നമുക്ക് എന്ത് തോന്നും? കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഓരോ ആഡ് വരുമ്പോ അറിയാലോ അല്ലെ? അതൊന്നും നല്ലതല്ല കേട്ടോ. നമ്മൾ ഈ ആഡ് കാണുന്ന ഒന്നും നല്ലതല്ല കേട്ടോ. ഇപ്പോൾ തന്നെ നെസ്ലയുടെ ഫുഡ് പ്രൊഡക്ട്സ് ഇല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്ന നാന്, അതുപോലെ ഒരുപാട് ഇവിടെ ബാൻ ചെയ്തു. ഞാൻ പുറത്ത് UAE-ലാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പൊ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ബാൻ ചെയ്തു കഴിഞ്ഞ വീക്കിലൊക്കെ. അത് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയുടെ നമ്മളൊക്കെ കുഞ്ഞിലെ എല്ലാം മേടിക്കുന്നവർ പർച്ചേസ് ചെയ്യുന്ന ഞാൻ എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. അതൊക്കെ ഇവിടെ ബാൻ ചെയ്ത് എന്തോ കുട്ടികളുടെ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന എന്തോ ഒരു കണ്ടന്റ് അതിലുണ്ട്. അതുകൊണ്ട് അതിപ്പോഴത്തെ കണ്ടെത്തിയത് ഇപ്പൊ ബാൻ ചെയ്തിരിക്കുക ഇവിടെ. ഇവിടെ എന്റെ ഫാദർ ആള് സാറാണ്. അപ്പൊ ഇവിടെ വരുമ്പോ പിള്ളേര് നോക്കാം, അപ്പച്ചനാണല്ലോ അല്ല, അപ്പച്ചൻ വന്നു കഴിയുമ്പോ ഈ പഴവും മധുരം ചെയ്യാൻ കൊണ്ടുവരുള്ളൂ. കാരണം അപ്പച്ചൻ ബേക്കറി ഐറ്റംസ് കൊണ്ടുവരില്ല. അപ്പൊ വരും പറയും അപ്പച്ചൻ തന്നെ പഴം കൊണ്ടുവരാനാ, പഴവും ഫ്രൂട്ട്സ്. അപ്പൊ പിള്ളേർക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. പറയണ അപ്പച്ചൻ വരുമ്പോ ഇത് കൊണ്ടുവരുള്ളൂ എന്ന് പറയും. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഈ നെല്ലിക്ക കൊണ്ടുവന്നിട്ട് ശർക്കരയൊക്കെ ഇട്ട് ലേഹ്യം പോലെ ഉണ്ടാക്കി. അപ്പൊ പറഞ്ഞു അതൊക്കെയാണ് കഴിക്കണ്ടേ. പിന്നീട് ഇവർ വരുമ്പോ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇപ്പൊ അതാണ് ഇഷ്ടം. ഈ മധുരം ചേമ്പ്, ഏത്തപ്പഴം പുഴുങ്ങിയത്, കാച്ചിൽ, അതൊക്കെയാണ് അപ്പച്ചൻ കൊണ്ടുവന്നെ. കാരണം അപ്പച്ചൻ സാറാണ്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ പറയും. നട്ട്സ് അതൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി, വേറെ പാൽപ്പൊടി ഒന്നും കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അവരത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാം. ഞാൻ എന്റെ മുഖം ഹോർലിക്സിന്റെ കൊടുക്കണം. എന്റെ ഹോർലിക്സ് വേറെ. അവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഹോർലിക്സ് ഒക്കെ അറിയാലോ. അപ്പൊ ഹോർലിക്സിന്റെ പേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഹോർലിക്സ് ഞാൻ ഉണ്ടാക്കുന്ന ഹോർലിക്സ് ആയിരുന്നു. വലിയ ചെലവാകില്ലെങ്കിൽ പോലും ഞാൻ ഈ കുടിപ്പിക്കും കേട്ടോ. ഇത്രയുള്ളൂ. നമ്മൾ ചെയ്ത് കൊടുക്കാം. പക്ഷെ പുറത്തുനിന്നൊന്നും വാങ്ങി കൊടുക്കാണ്ടിരിക്കുക മാക്സിമം. എളുപ്പപ്പണിയാണ്. നിങ്ങള് എന്റെ മോളെ പ്ലേ സ്കൂളിൽ പോയ ടൈമില് കുട്ടികൾ കൊണ്ടുവരുന്ന ഫുഡ്സ് എന്തൊക്കെയാണെന്ന് അറിയോ? ബിസ്ക്കറ്റ്സ്, ബേക്കറി ഐറ്റംസ് ആണ്, ചിപ്സ്. ഞാൻ ആലോചിക്കും, നമ്മളാണ് അമ്മമാരാണ് ഇതെല്ലാം കൊടുത്തു വിടുന്നത്. അത് നല്ലതാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? ഒരു ഫ്രൂട്ട് കൊടുത്തിട്ടാ തീരാതെ. അപ്പൊ ഒരു പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എന്റെ മോള് കഴിക്കില്ല, എന്റെ മോള് കഴിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ മോള് കഴിക്കില്ലെങ്കിൽ കഴിപ്പിക്കണം. അവര് കഴിക്കാൻ അവരോട് പറയണം. അതിന്റെ വരാനികൾ പറഞ്ഞു കൊടുക്കുക. അതാണ് അത് കഴിക്കരുതെന്നല്ല, അത് പറഞ്ഞു കൊടുക്കുക. മടിയന്മാരാണെന്ന് ഞാൻ പറയും. അമ്മമാരാണെങ്കിൽ പോലും മടിയന്മാരാണ്. കുട്ടികൾക്ക് ഒരു സ്നാക്ക് എന്തെങ്കിലും കൊടുത്തു വിടുമ്പോ ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ബേക്കറി വാങ്ങി കൊടുക്കാൻ എളുപ്പമാണ്, സമ്മതിച്ചു, സിമ്പിൾ ആണ്. പക്ഷെ പിന്നീട് എല്ലാം സഹിക്കുന്നത് നമ്മൾ തന്നെയാണ്. കുട്ടിക്ക് എന്താ കുട്ടിയെ കുറ്റമായിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ തന്നെ അതെല്ലാം ചെയ്തു കൊടുത്തേ. മനസ്സിലായോ? അതുകൊണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാം. ടീച്ചറായിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ ഏതെങ്കിലും പാരന്റ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയാം. ഓക്കെ, സ്കൂളിൽ പറയാം. ഞാൻ എന്റെ മോളുടെ സ്കൂളിൽ ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും. ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ സ്കൂളിൽ പറയുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. പാരന്റ്സ് ആരും കേൾക്കുന്നില്ല. വീണ്ടും അങ്ങനെ തന്നെ കൊടുത്തു വിടുന്നതാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്തിനാ പറഞ്ഞിട്ട്? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിന് നന്നാവാം. അപ്പൊ നല്ല ഫുഡ് കഴിക്കുന്ന കുട്ടികൾ പോലും
മറ്റുള്ളവർ ഫുഡ് കാണുമ്പോൾ ഒരു കഴിക്കാൻ പോകും, മനസ്സിലായോ? അങ്ങനെയും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് ഇതൊക്കെ പറയണമെങ്കിൽ എന്റെ സ്കൂളിൽ ഒരു പ്രിൻസിപ്പളിനോട് പോയിട്ട് പറഞ്ഞത് കൊണ്ട് ഒന്നും ആയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നും ആകില്ല, അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ആ ഒരു അവയർനെസ് എല്ലാ സ്കൂളിലും ഫുഡിനെ കുറിച്ച് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ്. ഏത് സ്കൂളായിക്കോട്ടെ, അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും പാരന്റ്സ് ഏതെങ്കിലും മീറ്റിങ്ങിന് പോകുമ്പോൾ ഒന്ന് സ്കൂളിലൊന്ന് പറയാം. അങ്ങനെ ഒരു അവയർനെസ് ക്ലാസ് ഫുഡിനെ കുറിച്ച് ഒന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് എല്ലാ പാരന്റ്സും ആണെങ്കിലും കുട്ടികളാണെങ്കിൽ അറിയാം. അതിന്റെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അത് പറയുന്ന പോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ തലമുറയെ വളർത്തേണ്ട നമ്മളായതുകൊണ്ട് തന്നെ കൊടുക്കേണ്ട ഫുഡും അതിനനുസരിച്ചായിരിക്കും. അല്ലാതെ അവിടെ എന്റെ മോള് പഠിക്കില്ല, എന്റെ മോള് ക്ലാസ്സിൽ മോശമാണ്, നമുക്ക് പഠിക്കാൻ മാർക്കൊന്നുമില്ല എന്ന് പറയുന്നത് കുറ്റം പറയുന്ന നമ്മളാണെങ്കിലും ആ മാർക്ക് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്താണ്? ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതൊക്കെ തന്നെയാണ് റീസൺ. അതൊക്കെ തന്നെ മാക്സിമം നല്ല യൂസ് ചെയ്യാം. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതേ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല കേട്ടാ. ഇനി അങ്ങോട്ട് എന്താണ്? കഴിച്ചില്ലെങ്കിൽ കഴിക്കാൻ വാശി പിടിച്ചവർക്കൊന്ന് വാശി പിടിക്കട്ടെ. ബിസ്ക്കറ്റിന് വേണ്ടി വാശി പിടിച്ചാലേ അവിടെ ഇരുന്ന് കരഞ്ഞോട്ട് വിചാരിച്ചാൽ മതി. കരഞ്ഞാലൊന്നും പറ്റാവുന്ന പോകും. കരയട്ടെ വിചാരിക്കുക. 1-2 ദിവസം ഇരുന്ന് കരയും, അത് കഴിഞ്ഞാൽ മാറിക്കോട്ടും. ഓക്കെ, കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആവാം. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അമ്മമാർ സ്ട്രിക്റ്റ് ആവുന്ന കുറച്ച് നല്ലതാണ്ടോ. അത് ആർക്കെതിരെയാണെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കുട്ടികൾ തന്നെ കരയട്ടെ. ഇനിയിപ്പോ എന്താ കരയും, പിള്ളേരായ കരയും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ മാറിക്കും. പിള്ളേർ എങ്ങനെയാട്ടോ, ഒരു ഏറ്റവും അവസാനത്തിലാണോ മണിക്കരച്ചിൽ? അത് ചിലപ്പോ 1-2 മണിക്കൂറൊക്കെ നീണ്ടു നിന്ന് വരും. നമ്മള് അമ്മമാരെ സഹതാമം തമ്മിൽ തോന്നി പോയെടുക്കും. ചെയ്യണ്ട, എഴുതരമാണ്. എന്റെ അമ്മ വരും 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്റെ അമ്മ വരും എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പൊ 2 മണിക്കൂർ അവിടെ നമ്മൾ കരയും. പക്ഷെ നമ്മൾ ചെന്ന് വിളിച്ചില്ല, മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആ കരച്ചിൽ നിർത്തി വിളിച്ചിട്ട് പോകും. അങ്ങനെയാണ് എന്റെ മോളെ ഞാൻ ഒരു ദിവസം ഏതൊരു ഷോപ്പിൽ പോയിട്ട് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞ അവിടെ നിന്ന് കരഞ്ഞു. ആ ഒരു പ്രാവശ്യം കരഞ്ഞു. ആ സാധനം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല, അങ്ങനെ പോകും. അതിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു കരയാണ്ട് ചോദിക്കാം, വാങ്ങിത്തരാം, പറ്റുവാണെങ്കിൽ വാങ്ങിത്തരാം, പിന്നെ ഇല്ല, അത്രയേ ഉള്ളൂ. അത് മതി. അങ്ങനെ പഠിപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരിക്കലും ഒരു കുട്ടിയെ ശീലിപ്പിക്കാൻ പാടില്ല. ഓക്കെ, എന്ത് കാര്യമാണെങ്കിൽ വാശി പിടിക്കുമ്പോ അത് അനുസരിക്കുക, നമ്മൾ ചെയ്ത് കൊടുക്കരുത്. വാശി പിടിക്കുമ്പോൾ ഒരിക്കലും സ്നേഹത്തോട് പറയുകയാണെങ്കിൽ നമ്മൾ എനിക്ക് വേണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, പറ്റുവാണെങ്കിൽ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ അത് വേണ്ട, അത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അത്രയും. എന്റെ മോൾക്ക് ആരോ ഇതുപോലെ ഡയറി കൂടെ കൊണ്ടുകൊടുത്തു. ചോക്ലേറ്റ് ആണ് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അപ്പൊ ആരോ കൊണ്ട് കൊടുത്തു. ഇത് സന്തോഷമാണ്, എനിക്ക് കിട്ടുമല്ലോ. നമ്മുടെ മോനെ കൊണ്ട് വെച്ചേക്കൊന്നു നമുക്കതൊക്കെ കളയാന്ന് പറഞ്ഞു. കഴിക്കാൻ പാടില്ല, കളയേണ്ടതാണ്, നമുക്ക് ആരും കഴിക്കേണ്ടാന്ന് പറയും. അവൾ ഉറങ്ങിയ തക്കത്തിന് ഞാനതെടുത്ത് കഴിച്ചു. അവൾ ചിന്തിക്കുന്നുണ്ട് അമ്മ കഴിക്കുന്നില്ല, അമ്മ എടുത്ത് കളഞ്ഞു എന്ന് അവൾ ചിന്തിച്ചു. പക്ഷെ ഞാനത് കഴിച്ചു. കാരണം ഞാൻ ചോറിന് കൊണ്ടുവന്നാലും അട്ടിപ്പെടുത്തു കളയാനാണല്ലോ. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മ കഴിക്കുന്നത് മാക്സിമം അവള് കാണാതിരിക്കുക. ഞാൻ ചോദിക്കും, ഞാൻ കഴിക്കുന്നത് നീ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കോളൂ. പറഞ്ഞേ ഇല്ല, നീ കഴിക്കില്ല. അപ്പൊ അവള് ഇടയ്ക്കൊരു ഡയലോഗ് പറയും കേട്ടോ, അമ്മ കഴിക്കുന്നത് ഞാനും കഴിക്കും. മക്കൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കൂട്ടോ, അമ്മ കഴിക്കുന്നത് ഞാനും കഴിക്കും. അപ്പൊ അമ്മ എന്ത് കഴിക്കുന്നു അത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ നന്നാവണം, കൂടെ നമ്മൾ നന്നാവാം. നമ്മൾ നന്നായി നമുക്ക് തോന്നിയാൽ മതി. നന്നാവണമെന്ന് ഞാൻ പറയുന്നു, തോന്നിയാ നമുക്കിന് നന്നാവാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഫുഡിന്റെ കാര്യം ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ല രീതിയിൽ കഴുകിയിട്ടൊക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പോ റോസ്മേരി പറഞ്ഞ പോലെ അച്ഛൻ വരുമ്പോ പഴം കൊടുക്കില്ല. എന്റെ അച്ഛൻ വരുമ്പോ അങ്ങനെയാണ്, പഴമാണ് വീട്ടില്. എന്റെ മോള് കൂടുതലും കഴിക്കുന്ന പഴമാണ്. അതുകൊണ്ട് തന്നെ വലിയ അപ്പച്ചനാണോ പഴായിരിക്കും എന്ന് പറയും. പഴവും മധുരം ചേമ്പായിരിക്കുമല്ലോ എന്ന് പറയും. ഇപ്പൊ എന്റെ മോളെ എവിടെ കൊണ്ടുപോയാലും ഒരു പഴം എന്റെ കയ്യിലുണ്ടാവും. പഴം കുറെ ഫ്രൂട്ട്സോ എന്തെങ്കിലും കയ്യിലുണ്ടാവും. നട്ട്സ് എന്തെങ്കിലും ഉണ്ടാവും, കമലിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നട്ട്സ് എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഓക്കെ അഡ്ജസ്റ്റ് ആണ്. അല്ലാണ്ട് പുറത്തൊന്നും ഡ്രിങ്ക് ആണെങ്കിൽ കൂടുതലൊന്നും കഴിക്കില്ലാട്ടോ. അതും പ്രത്യേകിച്ച് പറയാനുണ്ട്. ഡ്രിങ്ക് ആണെങ്കിലും പോലെയാണെങ്കിലും ഇപ്പൊ ആയിക്കോട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കരുത്. അതൊക്കെ ഷുഗർ കണ്ടൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ പഞ്ചസാരയാണോ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ലാട്ടോ, പഞ്ചസാരയേ അല്ല. ഒരു നുള്ളിട്ടാലും ഒരുപാട് മധുരം തോന്നുന്ന ഒരു കെമിക്കലാണ്, ഒരു തരം കെമിക്കലാണ്. ഒരിക്കലും ചെയ്യാനേ പാടില്ല. അപ്പൊ ഞാനിപ്പോ പോകുമ്പോഴേ എന്റെ കയ്യിൽ വെള്ളം ഉണ്ടാവും, അത് കൊടുക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എന്ത് കഴിക്കുന്നത് കണ്ടാലും അത് കൊടുക്കില്ല. ഞാനപ്പോ അതിന്റെ പേര് മാറ്റും, വേറെ പല പേരൊക്കെ കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് പേരൊന്നും അറിയില്ല പുള്ളിക്ക്. അപ്പൊ ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ കാണില്ല.
അത്രയേ ഉള്ളൂ. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൂടെ ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കേൾക്കില്ല എന്ന് പറയും. കുറെ കുട്ടികൾക്ക് ഭയങ്കര വാശിയുണ്ട്, പാട്ടിനനുസരിക്കാത്ത കുട്ടികളുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത് പറയും. ഞാൻ എൻ്റെ ഒരു ടെക്നിക്കാണേ, ഞാൻ പണ്ട് ചെയ്തിരുന്നതാണ് കേട്ടോ. നമ്മള് കുട്ടികൾ ഉറങ്ങുന്ന ടൈമിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാല് അവരെ ഒരു ഉപബോധ മനസ്സുണ്ട്, അത് നോക്കിക്കാരും. അപ്പൊ ആ ടൈമില് നമ്മള് കൂടെ ചെന്നിരുന്ന് ഉറങ്ങാണ്ടോ, കുഞ്ഞു ഉറങ്ങാണേ, കൂടെ ചെന്നിരുന്ന് നമുക്ക് എന്താണോ വേണ്ടത്, അവരൊരു നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്താ ആകണം, മീൻസ് നീ ഡോക്ടർ ആവണം എന്നല്ലോ ഞാൻ പറയുന്നത്. അത് അനുസരണയില്ലെങ്കിൽ അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അവരെ ആ ഒരു മൈൻഡില്ലേ അത് കേൾക്കുന്ന പറയും. അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, കേൾക്കുന്ന പറയട്ടോ. അത് മാക്സിമം ഒന്ന് ട്രൈ ചെയ്തു. ഇവിടെ കല്യാണോ അമ്മ പറഞ്ഞ അനുസരിക്കണോട്ടോ. അങ്ങനെ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളില്ലേ നമ്മൾ അവരുടെ വീട്ടിൽ പോയി പറയാ, കൂടെ കിടന്ന് ഒന്ന് തലയോടി കൂടി ഇരുന്ന് ഒരു കഥ പറയുന്ന പോലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയും. അത് കേൾക്കും, അവരുടെ ബോധ മനസ്സ് കേൾക്കുന്ന പറയും. പറഞ്ഞു കേട്ടോ. അനുസരണമില്ലാത്ത കുഞ്ഞാണെങ്കിലോ അല്ലെങ്കിൽ വാശി പിടിക്കുന്ന കുഞ്ഞാണെങ്കിലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്ത കുഞ്ഞാണെങ്കിലോ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഒരു ദിവസമല്ല, ഓക്കെ, ഒരു ദിവസം കൊണ്ട് മാറ്റം വരും എന്ന് ഞാൻ പറയുന്നത്. ഒരു ദിവസം കണ്ടിന്യൂസ് ചെയ്തു കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ഉറക്കം നിന്നിരുന്ന് വേണമെങ്കിൽ പറയും. ഓക്കെ, അവർ കേൾക്കും. അത് അവരെന്നല്ല നമ്മളെ കേൾക്കും. അതങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സങ്ങനെയാണ്. ട്രൈ ചെയ്ത് നോക്കുന്നില്ല. അപ്പൊ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കും. അത് ചെയ്യേണ്ടത് പാരന്റ്സിന്റെ ഒരു കടമയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സും ചെയ്യേണ്ടതാണ്. ടീച്ചേഴ്സും അതിലേക്കുള്ളതാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് വെറുതെയില്ല. മാതാപിതാ കഴിഞ്ഞാൽ പിന്നീട് ഗുരുവാണ്. ഗുരുവിന്റെ കൂടെയാണ് ആ കുട്ടി പിന്നീട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഗുരുവും പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കും. എന്റെ മോള് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് എന്തോ വന്നപ്പോ ഞാൻ പറഞ്ഞ പോലെ അത് അങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഇല്ല, ടീച്ചർ എങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞു. ടീച്ചർ പറയുന്ന ആദ്യം അവര് പറയുന്ന വാർത്ത കേൾക്കും. ഞാൻ ടീച്ചറാണ്, ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞ ഒരു കാര്യം പഠിപ്പിക്കാൻ പോലും പറ്റാതെ. അപ്പൊ ടീച്ചർ പറയുന്നതാണ് അവർക്ക് ഏറ്റവും ഭേദമാക്കി. മനസ്സിലായോ? അപ്പൊ ടീച്ചർക്ക് എത്രയോ പവർ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി ഒരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ടീച്ചർ പറയുകയാണെങ്കിൽ കുട്ടി എന്തോരം അനുസരിക്കും. ടീച്ചർ പറഞ്ഞു മിഠായി കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക. ഈ ടോപ്പിക് ഞാനിവിടെ പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു എന്ന്? നിങ്ങൾ പാരന്റ്സ് മാത്രമല്ല അല്ലെ, ടീച്ചർ കൂടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ട്. അപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് പറയാനും മനസ്സിലാക്കുക, നമ്മൾ വാങ്ങുന്ന ഉപ്പ് നല്ലതല്ല. ഞാൻ കൊടുക്കുന്നത് പിങ്ക് സോൾട്ട് ആണ് കേട്ടോ. പിങ്ക് സോൾട്ട് ആണ് ഞാൻ മോക്ക് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഷുഗർ ഒട്ടും കൊടുക്കരുത് കേട്ടോ, വൈറ്റ് പോയിസൺ ആണ്. ഓക്കെ, ഷുഗർ വൈറ്റ് പോയിസൺ എന്ന് പറയുന്നത്. വൈറ്റ് പോയിസൺ അപ്പൊ ഇന്ന് മുതലൊന്ന് ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളും കുട്ടിക്ക് കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കുക. എന്താണ്, നല്ലതാണോ, സൈഡ് എഫക്ട് ഉണ്ടോ? പിങ്ക് സോൾട്ടിന്റെ എന്തിട്ട് ബെനിഫിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ. സോൾട്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. സോൾട്ട് അത് പാറയാണ്, അതിൽ നിന്നാണ് പൊടിയെടുക്കുന്നത്. അതില് നമ്മള് വേറെ പ്രത്യേകിച്ച് അത് എന്താണ് പ്യൂരിഫൈ ചെയ്ത് കൊണ്ടിരുന്നു കല്ലോ മണ്ണൊക്കെ ഉണ്ടാവുമെന്നല്ലാതെ വേറെ ഇതൊന്ന് പ്യൂരിഫൈ ചെയ്യും. പക്ഷെ നമ്മുടെ അല്ല നോർമൽ സോൾട്ട് എങ്ങനെയാണ്, കടലിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അത് കല്ലുപ്പാണ്. പിന്നെ അതിനെ പ്യൂരിഫൈ ചെയ്തൊക്കെ വരുമ്പോഴാണ് ആ ഒരു തരിതിരിയിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കണമെങ്കിൽ അതിൽ കെമിക്കൽസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതാണ് വ്യത്യാസം. മിക്സ് സോൾട്ട് എന്ന് പറയുമ്പോൾ പാറയാണ്. പൊടിച്ചു കഴിഞ്ഞാല് ഒരു പാറ കഷ്ണം മിക്സിലിട്ട് പൊടിച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും. കല്ലുപ്പിൽ അങ്ങനെ കിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ കല്ലുപ്പ് യൂസ് ചെയ്ത് നോക്കി. കല്ലുപ്പിൽ നിന്ന് വെറുതെ വെള്ളാവുകയുള്ളൂ. പക്ഷെ ഇപ്പോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് സോൾട്ട് അങ്ങനെയാണോ? വെള്ളാവോ? വെള്ളം പോലെ ആകില്ല. കറക്റ്റ് ആ ഒരു കരുതൽ പോലെയാണ് അല്ലേ? അങ്ങനെ ആവില്ല ഒരിക്കലും കല്ലുപ്പ്. നിങ്ങൾ മിക്സിലിട്ട് അടിച്ചാൽ എന്ത് ചെയ്താലും കല്ലുപ്പ് അങ്ങനെ ആവില്ല. ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ കുട്ടികൾക്ക് കല്ലുപ്പ് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ പിങ്ക് സോൾട്ട് കൊടുക്കുക. പക്ഷെ ഈ പറയുന്ന പാക്കറ്റ്സിൽ കിട്ടുന്ന ഉപ്പ് കൊടുക്കാതെ നല്ലതാണ്.
പിന്നെ ഞാൻ പറയുന്നത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഇപ്പോ കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യണേ. കല്ലുപ്പാണ് നല്ലത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ എല്ലാം സത്യമാണെന്നില്ല, എനിക്ക് മിസ്റ്റേക്സ് പറ്റാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സെർച്ച് ചെയ്യുക, നല്ല നല്ല ഹാബിറ്റ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനിയും കുറച്ചുകൂടെ ടോപ്പിക്സ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തോ മിസ് പറഞ്ഞതിന്റെ പേരറിയില്ല, അതുകൊണ്ടാണ് കല്ലുപ്പ് വാങ്ങുന്നത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഇത്. പിങ്ക് സോൾട്ട്, ഒരു പിങ്ക് കളർ ആയിക്കോ സോൾട്ട് കേട്ടോ. ഓക്കെ മിസ്. സോൾട്ട് എന്ന് പറയും, റോക്ക് സോൾട്ട് എന്ന് പറയും, ഹിമാലയൻ സോൾട്ട് എന്ന് പറയും. ഓക്കെ ഓക്കെ മിസ്സേ, ആ ഉപ്പിന്റെ ഇതൊന്ന് കാണിച്ചോട്ടെ, അതാണോ നോക്കാമോ? അപ്പൊ എന്താണ് പറഞ്ഞു തന്നെ, എല്ലാം ശ്രദ്ധിക്കാട്ടോ, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്നെക്കൊണ്ടാവുന്ന എനിക്ക് ഏത് പറയണം തോന്നി ഞാൻ പറഞ്ഞു. നമ്മുടെ സബ്ജക്ട് ബേസ് ആയിട്ട് ഒരു ബന്ധവും പോലും ഇത് ആവശ്യമാണ്, ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ആവശ്യമാണ്. ഓക്കെ, ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാവോ? ഇതാണോ മിസ്സേ? ഒന്ന് ക്യാമറയിൽ കൊണ്ടുവരാവോ, അടുത്ത് കൊണ്ടുവരാവോ? ക്ലിയർ അല്ല. പിങ്ക് സോൾട്ട് ആണോ അത്? അതെ 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 അതെ, എനിക്കത് ക്ലിയർ അല്ലാണ്ടോ. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, റോക്ക് സോൾട്ട് ആണ്. കറക്റ്റ് ആണ്, ഹിമാലയൻ റോക്ക് സോൾട്ട് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അതിലും ഇനി കെമിക്കൽസ് പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുണ്ട്. സോ നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെ നോക്കി വാങ്ങേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണല്ലോ, കുറച്ചുകൂടെ സെയിൽ കുടിക്കുന്നതിൽ കെമിക്കൽസ് ആഡ് ചെയ്യുന്നത് വരും, അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്യുക. ഓക്കെ, നന്നായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുക, നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. വേറെയും ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ്ട് ഇപ്പോ ഇല്ല, എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. മൈൻഡ് അപ്പ് ചെയ്യാട്ടോ, ടൈം സൈനോട്ട്. Thank you, Ashwini Miss, for a wonderful class and giving an important informations to all. Thank you all teachers to attending the class. Thank you. ഓക്കെ, സോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഗെയിൻസ്റ്റ് ആയിട്ട് പറയാനോ എന്താണെങ്കിലും നിങ്ങൾ ഒപ്പീനിയൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഓരോരുത്തരും പറയണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് എനിക്ക് കേൾക്കണം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പറയണേ. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.